ഹായ് ഓൾ, വെൽക്കം ടു PSC ട്രിക്സ് വിത്ത് അമ്മു. ഇന്നേ കുറച്ച് SCRT ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് SCRT പോർഷൻസ് നമുക്ക് ക്വിക്കായിട്ടൊന്ന് റിവൈസ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് 7th സ്റ്റാൻഡേർഡിലെ സാമ്പത്തിക സ്രോതസ്സുകൾ ചാപ്റ്റർ 5 ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളാട്ടോ ഞാനിന്ന് എടുത്തിരിക്കുന്നത്. നോക്കൂ, സർക്കാർ തലത്തിൽ നടപ്പിലാക്കി വരുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളും പരിപാടികളും. സർക്കാർ പദ്ധതികൾ: അന്നപൂർണ, അന്ത്യോദയ അന്ന യോജന, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് കേട്ടോ. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അടുത്തത് സർക്കാർ പരിപാടികൾ ഏതൊക്കെയാണ്? സംയോജിത ശിശുവികസന പരിപാടി, സ്കൂൾ ഉച്ചഭക്ഷണ പരിപാടി, ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം. അപ്പോൾ എന്താണ് അന്നപൂർണ എന്ന് പറയുന്നത്? നോക്കൂ, സ്വന്തമായി വരുമാനമില്ലാത്ത 65 വയസ്സിന് മേൽ പ്രായമുള്ളവർക്ക് പ്രയോജനം. മാസം 10 കിലോ അരി സൗജന്യ റേഷൻ കടയിലൂടെ നൽകുന്നു. നോക്കൂ, ഈ 65 വയസ്സിന് മേൽ പ്രായമുള്ളവർക്ക് പ്രയോജനം, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. എന്താണ് അന്നപൂർണ എന്ന് പറയുന്നത്? സ്വന്തമായി വരുമാനമില്ലാത്ത 65 വയസ്സിന് മേൽ പ്രായമുള്ളവർക്കാണ് പ്രയോജനം, അന്നപൂർണ കേട്ടോ. നോക്കൂ, അന്ത്യോദയ അന്നയോജന, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്കാണ് പ്രയോജനപ്പെടുന്നത്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്കാണ് പ്രയോജനപ്പെടുന്നത്. എന്ത്? അന്ത്യോദയ അന്നയോജന എന്ന് പറയുന്നത്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, ജോലി ചെയ്യാൻ ആരോഗ്യവും സന്നദ്ധതയും ഉള്ളവർക്കാണ് തൊഴിൽ. അതാണ് എന്ത്? മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത്. അതെന്താണ്? 100 ദിവസത്തെ തൊഴിലുറപ്പാക്കുന്ന പദ്ധതിയാണ് കേട്ടോ. 18 വയസ്സ് പൂർത്തിയായവർക്ക് രജിസ്റ്റർ ചെയ്യാം. ഗുണഭോക്താക്കളിൽ 1/3 സ്ത്രീകളായിരിക്കണം. ഇത് 3 ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ് കേട്ടോ. കാരണം ഇത് 3 മുന്നേ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ എന്താണ് ക്വസ്റ്റ്യൻസ് പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ഇനി അടുത്തത് നോക്കിയാലോ. സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. നോക്കൂ, നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം, സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ഇതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എന്താണ്? നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനമാണ്. പിന്നെന്താണ്? സ്വയം തൊഴിലാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. അതെന്താണ്? സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. അപ്പം നമ്മൾ സർക്കാർ പദ്ധതികളാണ് ഇത്രയും നേരം നോക്കിക്കൊണ്ടിരുന്നത് അല്ലേ? ഏതൊക്കെയായിരുന്നു? അന്നപൂർണ, അന്ത്യോദയ അന്നയോജന, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. ഇത് സർക്കാർ പദ്ധതികളാണ് കേട്ടോ. അതിൽ ഏറ്റവും നന്നായിട്ട് നോക്കേണ്ടത് ഇപ്പോൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഈ അന്ത്യോദയ അന്നയോജനയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് നോക്കുക കേട്ടോ. ഇനി നോക്കൂ, സർക്കാർ പരിപാടികൾ. അതിൽ സംയോജിത ശിശു വികസന പരിപാടി, അത് നമുക്കറിയാം അല്ലേ? എന്താണ്? അംഗൻവാടികൾ മുഖേനയാണ് നടപ്പിലാക്കുന്നത്. പിന്നെന്താണ്? 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർക്ക് ഗുണം. നിശ്ചിത അളവിൽ പോഷകാഹാരം ലഭ്യമാക്കുന്നു. ഇതാണ് എന്ത്? സർക്കാർ പരിപാടിയായ സംയോജിത ശിശു വികസന പരിപാടി എന്ന് പറയുന്നത് കേട്ടോ. അടുത്തതാണ് ഉച്ചഭക്ഷണ പരിപാടി. എല്ലാ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളിലെയും 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പ്രയോജനമാണ്. സ്കൂൾ മുഖേന പോഷകമൂല്യമുള്ള ആഹാരം ഉറപ്പുവരുത്തുന്നു. അതാണ് ഉച്ചഭക്ഷണ പരിപാടി കേട്ടോ. ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം എന്ന് പറയുന്നത് എന്താണ്? സ്വയം സഹായ സംഘങ്ങൾക്ക് സഹായം നൽകുന്നു. ബാങ്ക് വായ്പകളിലൂടെയും സബ്സിഡിയിലൂടെയും പണം നൽകുന്നു. അപ്പോൾ നോക്കൂ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ കണ്ടിട്ടുണ്ട്. എന്താണ്? ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം, സ്വയം സഹായ സംഘങ്ങൾക്ക് സഹായം നൽകുന്നു. ബാങ്ക് വായ്പകളിലൂടെയും സബ്സിഡികളിലൂടെയും പണം നൽകുന്നുണ്ട്. ഇതാണ് എന്ത്? ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സർക്കാർ പരിപാടികൾ നോക്കിയില്ല. ഏതൊക്കെയായിരുന്നു? സംയോജിത ശിശു വികസന പരിപാടി, സ്കൂൾ ഉച്ചഭക്ഷണ പരിപാടി, ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം. അപ്പോൾ ഇത്രയാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ നമ്മൾ ഇന്ന് നോക്കുന്നത് കേട്ടോ. പിന്നെ നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കും കൂടെ നോക്കാം. അത് ഭക്ഷ്യസുരക്ഷാ നിയമമാണ് കേട്ടോ. ഭക്ഷ്യസുരക്ഷാ നിയമം നോക്കൂ. ഭക്ഷ്യസുരക്ഷാ നിയമം പാർലമെൻറ്റ് അംഗീകരിച്ച വർഷം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. എത്രയാണ്? 2013 എന്ത്? ഭക്ഷ്യസുരക്ഷാ നിയമം പാർലമെൻറ്റ് അംഗീകരിച്ചത്. ഭക്ഷ്യസുരക്ഷാ നിയമത്തിൻ്റെ പ്രത്യേകതകൾ നോക്കൂ. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഭക്ഷ്യസുരക്ഷ സർക്കാരിൻ്റെ നിയമപരമായിട്ടുള്ള കടമയാണ്. എന്താണ്? ഭക്ഷ്യസുരക്ഷ സർക്കാരിൻ്റെ നിയമപരമായിട്ടുള്ള കടമയാണ്. ആവശ്യമുള്ളത്രയും പോഷകപ്രദവും ഗുണമേന്മയുള്ളതുമായ ഭക്ഷ്യവസ്തുക്കൾ മിതമായ വിലയ്ക്ക് എല്ലാവർക്കും ഉറപ്പാക്കുക.
പിന്നെന്താണ് ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പൗരൻ്റെ നിയമപരമായിട്ടുള്ള അവകാശമാണ്. ഇത് മുന്നത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് കേട്ടോ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പൗരൻ്റെ നിയമപരമായിട്ടുള്ള അവകാശമാണ്. അപ്പോൾ ഇത്രയും ഈ മൂന്നും തന്നിട്ട് എന്താണ് സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് എന്താണ് ശരിയായത് ഏത് ബന്ധമുള്ളത് ഏത് അങ്ങനെയുള്ളതൊക്കെ ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഭക്ഷ്യസുരക്ഷാ നിയമം ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാനിത് SCERT കിടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇന്നത്തെ റിവിഷൻ സാമ്പത്തിക സ്രോതസ്സുകൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് നമുക്ക് ഇത്രയും ഞാൻ ഇന്ന് നോക്കുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യാൻ ശ്രമിക്കണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം കേട്ടോ. അപ്പോൾ താങ്ക് യു.